ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്. അതിൻ്റെ കുട്ടി പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ കുട്ടി ഒരു വ്ളോഗുമാണ് കേട്ടോ. ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇത്. ഞാനപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു പാർലറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മുടി ഇങ്ങനെ പുട്ടപ്പ് ചെയ്യാമെന്നാണ്. പക്ഷേ പിന്നെ വിചാരിച്ചു സേവ് ദ ഡേറ്റിന് നമുക്ക് ഇങ്ങനെ മുടി അഴിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാത്തിനും നമ്മൾ പുട്ടപ്പല്ലേ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇങ്ങനെ ഫ്രീ ഹെയറായിട്ട് ഇട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഒട്ടിപ്പോയ പോലത്തെ ഒരു ഫീൽ വന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ പതിഞ്ഞ പോലെ തോന്നി ഹെയറൊക്കെ. അത് കഴിഞ്ഞ ശേഷം ഇനി ഈ ഡ്രസ്സിലാവില്ല എൻ്റെ മെയിൻ ഉണ്ടാവുക, വീഡിയോസൊക്കെ ഉണ്ടാവുക. കാരണം നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് 2-3 ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം മാറ്റുന്നുണ്ട്. ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സാണ് പിന്നെ ഇടണേ. അപ്പോൾ അതിന് ആ സമയമൊക്കെ ആയപ്പോഴേക്കും മുടി ഒന്ന് ജസ്റ്റ് നമ്മൾ ബീച്ചിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഒന്ന് നമ്മുടെ മുഖമായിട്ടൊന്ന് സെറ്റായി. പിന്നെ അതുപോലെ പാറിയൊക്കെ പറക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, മുടിയൊക്കെ ഒന്ന് പാറിയൊക്കെ പറന്നപ്പോൾ ഒരു മൊത്തത്തിലൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ആദ്യം തന്നെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുഖം പതിഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഓൾറെഡി നീളനായിട്ടുള്ളൊരു മുഖമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോകുന്നത് ചാവക്കാട് ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. അതിൻ്റെ ഒരു സൈഡ് ഭാഗമൊക്കെയാണ് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫൈനലി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഈ ഡ്രസ്സ് പിന്നെ നമ്മൾ വീണ്ടും മാറ്റുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഡ്രസ്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കണില്ല, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മൾ സാധാരണ പറയുന്നത് പോലെയുള്ളൊരു ഷൂട്ടൊന്നും ആയിരുന്നില്ല. ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു വ്ളോഗിങ് ഒക്കെ പോലെയാണ് നമുക്ക് എടുത്തത്, അവരെടുത്തത് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ് ചേട്ടന്മാരൊക്കെ. അപ്പോൾ അവർ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ ഒന്നും അല്ലായിരുന്നു. നമ്മളെന്താണോ ചെയ്യുന്നത് അവരെ അതെടുത്തോളും, അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചിയും ചേട്ടനും ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. റെഡി? എനിക്ക് നേരല്ല, എനിക്ക് നേരല്ല, ആ സൈഡിൽ ഇടാനല്ല. പോലടാ ഇനി വയല് വേണ്ടേ? ഒരു വേറെ മൂടില്ല, ഇനി ഒന്നും വേണ്ട. ഓ കളത്തില്ല കളത്തില്ല കളത്തില്ല. എത്ര സ്ലോ മോഷനിൽ വീണ്ടാകുന്നുണ്ടെന്ന് നിന്നോട് പറഞ്ഞല്ല. സൈഡിലേക്ക് സൈഡിലേക്ക് ഈ പുലിന്റെ ഏകദേശം 6 അടി വരുന്ന രാജാമ്പാലയാണ് പിടികൂടിയിരുന്നത്. ബ്രോ ഈ സൈഡിലേക്ക് വന്ന് അങ്ങനെയൊക്കെയാണ്. ഈ സൈഡിലേക്ക് വന്ന് കുറച്ച് 2 ഫോട്ടോ എടുക്കട്ടെ. ഒരു കാലം
നല്ല തീറ്റ. ഞാനില്ല അതാണ് ഉദ്ദേശിച്ചത്. ഈ ഷോട്ട് ഞങ്ങള് പപ്പയ്ക്ക് വേണ്ടിട്ട് ഇടിക്കുന്നു പറഞ്ഞാൽ മതി മതി. ആട്ടിഞ്ഞത് അവരുടെ മിക്കണ്ടായി ഉത്സവം കഴിയുമ്പോഴത്തേനും എനിക്ക് ഫോട്ടോ എടുക്കാൻ കിട്ടില്ലോ. നമുക്ക് ഫോട്ടോ ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്ത ഒരേ ആളെ ഉണ്ടായിട്ടുള്ളൂ. അത് അനേറയാണ് കേട്ടോ. അനേറയുടെ ഒരുപാട് വീഡിയോസ് അനൂപ് ചേട്ടൻ എടുത്തിട്ടുണ്ട്. കാരണം അനേറ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ബീച്ചൊക്കെ. കാരണം അവളങ്ങനെ ബീച്ച് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവൾ ചെറിയൊരു കൈക്കുഞ്ഞായിരുന്ന സമയത്ത് എന്തോ ബീച്ചിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോസിനേക്കാളും കൂടുതൽ അവളുടെ വീഡിയോസാണ് ഇതിനകത്ത് കാണാം. ഗ്രൗണ്ട് എടുക്കായിരുന്നു കേട്ടാ. നല്ല കാര്യം. അങ്ങനെയല്ല എടുക്കേണ്ടത്. അനേറയുടെ വീഡിയോ നമ്മുടെ വീഡിയോ കിട്ടുന്നില്ല. അനേറയുടെ പകരം പ്രതികാരം. വേറെ അനേറ നീ ചെയ്തോ. നമ്മുടെ വീഡിയോ കിട്ടുന്നില്ല. മേമയ്ക്കും കാര്യത്ത് ഇതിനകത്തോടാ അതിന്റെ ഇതെടുത്തോ ബാഗ്. അത് അത് എടുത്തു പരിമെടുത്തു. കണ്ണില് പോയിട്ടാ. മണ്ണ് കണ്ണില് പോയി തോന്നുന്നുണ്ട്. ആവാത്തൊരു സ്ഥലമില്ല കണ്ണിൽ. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? വേറെ ലെവലായിരുന്നു കുട്ടി. വിളിക്കൂ പിന്നെ വിളിക്കൂ. എനിക്ക് ചെരുപ്പിടാണ്. അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു. എനിക്ക് പക്ഷേ എന്തൊക്കെയാണോ ഇഷ്ടം പോലെ അവർ എനിക്ക് എന്ത് ഇവ ഓവറാക്കണ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അയ്യോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. വീഡിയോയിൽ എന്റെ തല എന്റെ മോളും അത് മാത്രമേ ഉള്ളൂ. അതെ സത്യം. എന്റെ ഐഡിയാസ് കൊണ്ടുകൂടിയാണ് സേവ് ദ ഡേറ്റ് കംപ്ലീറ്റ് ആയത്. എനിക്ക് വേണമെങ്കിൽ സെക്ഷൻസ് വേണമെങ്കിൽ അതൊക്കെ എടുക്ക്. നമ്മളേ നോർമലി ഇതിപ്പോ താൻ പറഞ്ഞ മനസ്സിലായി. ആ രീതിയിൽ എടുക്കാൻ പറ്റും. അതെല്ലാരും എടുക്കുന്ന സാധനല്ലേ. ഏത് ഞങ്ങളെ കൊണ്ട് ഷൂട്ട് ചെയ്യാം. നമുക്കത് ഷൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള നിർവാഹം മാത്രമേ ഉള്ളൂ. പക്ഷെ കുന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ആളുടെ അടുത്ത് നമുക്ക് അഭിപ്രായം പറയാം. മനസ്സിലായേ? അപ്പൊ നമുക്ക് എനിക്കിഷ്ടമായി ഇന്ന് സാധനം. എനിക്ക് ഇഷ്ടമായി ഇന്ന് ഷൂട്ട് ഡ്രസ് മാറാൻ പോണത് അങ്ങനെ കുറെ കണ്ടല്ലേ. നമ്മുടെ കാർ എവിടെയാ? അതിനെ കെട്ടിണ്ടാവും.
ഡാഡി മമ്മി വരുമോ ഇല്ലല്ലോ? മമ്മിയോടെ ഉണ്ട്, കടയിലുണ്ട്. കടയിലുണ്ടോ? മമ്മി അങ്ങോട്ട് പോയിരിക്കും. ഹായ് ഗായ്സ്, ഫുള്ള് തളർന്നു ഗായ്സ്. ചൂട് ഗായ്സ്. പ്രശ്നം പനിയൊന്നല്ല, ടെൻഷൻ അടിച്ചിട്ട് ചൂടാവുന്നുണ്ട്. അറിഞ്ഞൂടാ, ഇങ്ങനെ നല്ല ഫോട്ടോ കിട്ടിണ്ടാവും എന്നൊക്കെ ടെൻഷൻ. ഓ യാ യാ യാ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, ചേച്ചി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ചേച്ചി കാറിലിരുന്നു ഉണ്ണീനും കൊണ്ട്. ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മൾ ഇനി ഡയറക്റ്റ് ചേട്ടനെ വീട്ടിലിറക്കിയിട്ട് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് പോവും. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. ഒന്ന് സേവ് ദ ഡേറ്റ് ആണെന്നൊന്നും എനിക്ക് സത്യത്തിൽ പിന്നെ തോന്നിയില്ല. പിന്നെ എൻ്റെ ടെൻഷൻ മൊത്തം എന്തെങ്കിലും ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ രസമുണ്ടായിരുന്നു, നമ്മളൊരു മെമ്മറി ആയിട്ട് നമുക്ക് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് തോന്നി. പക്ഷേ സേവ് ദ ഡേറ്റ് ആക്ച്വലി ഭയങ്കര ടഫാണ് കേട്ടോ. നമ്മളെന്താ ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്താ ചെയ്തേ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെയാണ് എനിക്കിപ്പോൾ. ഇപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ്, എന്തൊക്കെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഫുൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. സോ അതുവരെ ബൈ ബൈ.